താങ്ക് യു പാറു. സർ സൂപ്പർ ആയിരുന്നു. എന്റെ അടിപൊളി പാട്ട്. സർ എന്തോ ക്രിസ്മസിന്റെ തലേ ദിവസം ഇങ്ങനെ ഒരു സമ്മാനം ഞങ്ങൾക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം. സൂപ്പർ സൂപ്പർ. ശരത് സർ മെരി ക്രിസ്മസ്. അടിപൊളി. അഡ്വാൻസ് അണ്ണാച്ചി. അതെ, എല്ലാം ഭംഗിയാവട്ടെ. അല്ല എം ജി സർ, ചേച്ചി, നമ്മളെല്ലാരും കൂടി ഇവിടെ ഡെക്കറേറ്റ് ചെയ്തു, പരിപാടികളൊക്കെ സെറ്റ് ചെയ്തു. സാറിനെ മാത്രം ഇവിടെ കണ്ടില്ല. ഞാൻ നമ്മുടെ ഇവിടെ ഇത് ബിനാലെ ഇല്ലേ, അവിടെ വാർക്കപ്പണിക്ക് പോയിരിക്കുന്നു. അവിടെ എന്താ സാർ ക്രിസ്മസിന് സ്കോർ ചെയ്ത് ക്രിസ്മസിന്റെ തലേ ദിവസല്ലേ നമുക്ക് ക്രിസ്മസിന് സ്കോർ ചെയ്യാം. നമ്മുടെ അണ്ണാച്ചിയല്ലേ. അല്ല, ഒരു പണിക്ക് പോയിരിക്കായിരുന്നു, അത് നമുക്കറിയാം. അല്ല, ഇത് ഞാന് നമ്മുടെ ബിനാലയില്ലേ കൊച്ചിയിൽ നടന്നു. അപ്പൊ അവിടെ കുറച്ച് എനിക്ക് നിങ്ങൾ ചുമ്മാ ഇതൊക്കെ നിങ്ങൾക്ക് ഇത് ആരോ തന്നതായിരിക്കും. ഇത് എനിക്ക് തന്നാരെന്നറിയോ? അത് നമുക്ക് അങ്ങനെ തരാൻ ആരും ഇല്ല. അപ്പൊ ആകപ്പാടെ ഉള്ള ഒരു ചോപ്പ് ഇത് എടുത്തിട്ട് പോയി ഞാൻ. അതിപ്പോ ആരെ കൊണ്ടെങ്കിലും വരപ്പിക്കാന്ന് വിചാരിച്ചു. അത് വെറും മിഥ്യായിട്ടുള്ള ആഗ്രഹമായി തീർന്നു. അവസാനം ഇന്നലെ രാത്രി നിങ്ങളിവിടെ ഇതിവിടെ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ടീഷർട്ട് തറയിൽ വിരിച്ചിട്ട് അക്രലിക് പെയിന്റ് വാങ്ങിച്ച് ഇതൊക്കെ വരയ്ക്കുകയായിരുന്നു. ഓഹോ, അതില് അതിമനോഹരമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ മഞ്ജരി, വെള്ള പെയിന്റ് എടുത്തപ്പോ ഒരു തുള്ളി ഇതിനകത്ത് വീണു. അപ്പൊ വേറെ മാർഗമില്ല, ഞാനത് മഞ്ഞായിട്ട് മാറ്റി. മൊത്തം വെള്ള നക്ഷത്രം വീണപ്പോ അങ്ങ് തോന്നിയത് ജസ്റ്റ്. പക്ഷെ ബ്രില്യൻസ് സർ. പക്ഷെ സർ ഞാനൊരു കാര്യം പറയട്ടെ, സാറിന് എന്തിനാണ് സർ ഈ നക്ഷത്രങ്ങൾ? സാർ ഒരു നക്ഷത്രമല്ലേ? ഞാൻ നക്ഷത്രമെന്നുള്ള അറിയാം, പക്ഷെ പലർക്കും മനസ്സിലാവുന്നില്ല. അല്ല, ഇങ്ങനെ ടീഷർട്ട് ഒക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയല്ലോ, പിന്നെ നമുക്കിത് ഇൻ ഫ്യൂച്ചറിൽ ഉണ്ടാവും. അല്ല, ഇതൊരു പണിയായിട്ട് മാറ്റാം. പിന്നെ അപ്പൊ എന്തായാലും ടീഷർട്ട് ഒക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ എല്ലാവരും ശരത് സാറിനെ കോൺടാക്ട് ചെയ്യുക. ഇത്തരം നല്ല ഡിസൈൻസ് ഓക്കെ. അപ്പൊ നമ്മളെല്ലാരും റെഡ് ഡ്രസ്സിൽ പൊളിച്ചു അല്ലേ? ചേച്ചി മേരി ക്രിസ്മസ് ഒക്കെ കഴുത്തിലും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. മേരി ക്രിസ്മസ്. എന്റെ പൊന്നെ, മേരി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. മഞ്ജരി എന്തോന്ന് മഞ്ജരി ഇത്? എന്താ സർ? കാതിൽ എന്തോന്ന്? സ്റ്റാറോ? സ്റ്റാർ. കാതിൽ സ്റ്റാർ. എല്ലാം കുറെ സ്റ്റാർസ് ഉണ്ട്. എനിക്ക് ഈ സാരി എനിക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് സാന്റാക്ലോസ് തന്നതല്ല, സാന്റാക്ലോസ് വേറെ സാരി തരാന്ന് പറഞ്ഞു. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ അമൃത ചാനലിന് വേണ്ടിയിട്ട് ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ചെയ്ത് തന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു സർ. യു ആർ ലുക്കിംഗ് സ്റ്റണ്ണിംഗ്. താങ്ക് യു. അണ്ണാ സൂപ്പർ അണ്ണാ. അണ്ണന്റെ നെഞ്ചത്തെന്തോന്ന് പെയിന്റ് ഒഴിച്ചാ? ഇതും പെയിന്റാ. ഇത് നമ്മുടെ ദേവ എനിക്ക് തയ്ച്ചത്, നമ്മുടെ അണ്ണാച്ചി. അപ്പൊ എന്തായാലും നമ്മുടെ ക്രിസ്മസ് സെറ്റ് ഒക്കെ നമ്മൾ തന്നെ ചെയ്തതാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ശരത് സർ. അങ്ങനെ പിന്നെ പറഞ്ഞു വിടരുത്. ഇല്ലേ സർ? എനിക്ക് ആദ്യം ഒരു പാട്ട് കേട്ടിട്ട് നല്ലതാന്ന് പറഞ്ഞില്ലേ? അല്ല സർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാരും സാധാരണ വരുമ്പോ ഒരു ഫുൾ സോങ് പാടും, സാർ എന്താ കുറച്ച് മാത്രം പാടിയത്? അതിനൊരു കാരണമുണ്ട് മഞ്ജരി. എന്താണ്? ഫുൾ സോങ് പാടിയ റൈറ്റ്സ് ഇല്ലെങ്കിലോ? എന്നാ ഒരു പാട്ട് കൂടെ പാടിത്തരൂ. അടുത്തത് അത് ഈ ഒരു പ്രോബ്ലം ഇല്ല. അതൊരു പല്ലവി ഞാൻ പാടിത്തരും. ഇത് ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് നമ്മുടെ അമൃത ടിവിക്ക് വേണ്ടി, സൂപ്പർ സ്റ്റാറിന് വേണ്ടി ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് ശശികല മേനോനാണ് ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ശശികല മേനോൻ. അതെ, നമ്മുടെ ശശികല മേനോൻ. മഞ്ജരി ഉഗ്ര ഒരു പാട്ട് ശശികല മേനോന് പാടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാട്ട് സംഗീതത്തിൽ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു പാട്ടും കൂടെ ഞാൻ പാടി തരും. മഞ്ഞുതീരും രാത്രിയില ജെറുസലേം പുൽക്കൂട്ടിൽ രക്ഷകനായി പിറന്നിതാ യേശുവാം ദൈവസുതൻ. ഉലകിലാകെ ആർദ്രമായി നിറയുമേതോ സാന്ത്വനം. ആരിരാരോ ആരാരിരോ പാടുവാൻ നേരമായി. ആരിരാരോ ആരാരിരോ വാഴ്ത്തിടാം പൈതലേ. ഉണ്ണിയേശുദേവൻ പിറന്നേ, മണ്ണിൽ പാപഭാരമകന്നേ. എന്റെ യേശുദേവൻ പിറന്നേ, നെഞ്ചിൽ നോവിതേ
അജഗണങ്ങൾക്കിനി വഴികളരുളുക നീയെന്നാഥ. മഞ്ഞുതീരും രാത്രിയില ജെറുസലേം പുൽക്കൂട്ടിൽ രക്ഷകനായി പിറന്നിതാ യേശുവാം ദൈവസുതൻ. ഉലകിലാകെ ആർദ്രമായി നിറയുമേതോ സാന്ത്വനം. ആരിരാരോ ആരാരിരോ പാടുവാൻ നേരമായി. ആരിരാരോ ആരാരിരോ വാഴ്ത്തിടാം പൈതലെ. ഉണ്ണിയേശുദേവൻ പിറന്നേ മണ്ണിൽ പാപഭാരമകന്നേ. എന്റെ യേശുദേവൻ പിറന്നേ നെഞ്ചിൽ നോവിനെല്ലാം മറഞ്ഞേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സൂപ്പർ സ്റ്റാറിന് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി സർ ഇങ്ങനൊരു റൈറ്റ്സ് ഉള്ള ഒരു പാട്ട്. അതെ, നമ്മുടെ സൂപ്പർ സ്റ്റാറിന് മാത്രം റൈറ്റ്സ് ഉള്ള ഒരു പാട്ട്, ഒരു സ്നേഹ സമ്മാനം. ഒരു സ്നേഹ സമ്മാനം. താങ്ക് യു സോ മച്ച് സർ. ഇത് ഞാൻ എന്റെ പ്രിയപ്പെട്ട സാന്റാക്ലോസിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഇരിപ്പുണ്ട് ആള്. അത് കേട്ടോണ്ടിരിക്കാൻ ഞാൻ നോക്കി. താങ്ക് യു സർ. എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും പാറുവിന്റെയും വക മെറി ക്രിസ്മസ്. താങ്ക് യു. യെസ്, അപ്പൊ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ശരത് സാറിന്റെ പാട്ടോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ക്രിസ്മസ് പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, സെലിബ്രേഷൻസും. അതെ, ഓക്കെ. അപ്പൊ നാളെ നമ്മൾ ഇതിലും അടിച്ചു പൊളിക്കും. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. ഫസ്റ്റ് രാജാ സാറിന്റെ ഒരു പാട്ട്. വണ്ടർഫുൾ വണ്ടർഫുൾ. ഓക്കെ, അപ്പൊ റൊമാൻറ്റിക് മാസ്റ്റർ റൗണ്ടിൽ പാടാൻ വരുന്നു തേജസ്. மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ? எண்ணம் கன்னி பாவையின்றி ஏழு ஸ்வரந்தா பாடுமோ? பெண்மை இன்று மண்ணில் இன்பமேதடா. கண்ணை மூடி கனவில் வாழும் மானிடா. மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ? எண்ணம் கன்னி பாவையின்றி ஏழு ஸ்வரந்தா பாடுமோ? பெண்மை இன்று மண்ணில் இன்பம் ஏதடா. கண்ணை மூடி கனவில் வாழும் மானிடா. வெண்ணிலவு பொன்னி நதியும் கண்ணியின் துணையின்றி என்ன சுகம் இங்கு படைக்கு? பெண்மாயின் சுகமின்றி சந்தனவு சங்கத்தமிழ் பொங்கிடும் வசந்தம் சிந்திவாறு பொங்கும் அமுதம் தங்கிடும் குமுதம். தந்தி மகள் அருகில் இறந்தால் சுவைக்கும், கன்னி துணை இழந்தால் முழுதும் கசக்கும். விழியினில் மொழியினில் அடையினில் உடையின் அதிசய சுகந்தரும் வணங்கிவள் பிறப்பிருதாள். மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ? எண்ணம் கன்னி பாவையின்றி ஏழு சொரந்தா பாடுமோ?
முத்தினங்களும் கட்டிய பவழமும் புத்துமலர் அற்புதங்களும் குவிந்தாதரமும் சிற்றிடாய் சின்ன வீரலும் வில்லேனம் புறவ சுற்றி வறட்சியும் விழிய சுந்தர மொழிகள் எண்ணிவிட மறந்தால் எதற்கோ பிறவி இத்தனையும் இழந்தால் அவந்தா துறவி முடி முதல் அடி வரை முழுவதும் சுகந்தர் விருந்துகள் படைத்திடும் அரங்கமும் அவளல்லவா மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ எண்ணம் கன்னி பாவையின்றி 7 சொரந்தா பாடுமோ பெண்மை இன்று மண்ணில் இன்பம் ஏதடா கண்ணை மூடி கனவில் வாழும் மானிட மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ எண்ணம் கன்னி பாவையின்றி 7 சொரந்தா பாடுமோ ഗുഡ് 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 നൈസ് നൈസ് വെരി ഗുഡ് വെരി ഗുഡ്. തേജസ്, എന്ത്? രാജാ സാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? യെസ് യെസ് എന്ത് പറ്റേ? ബ്രത്തൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയോ? എല്ലായിടത്തും ബ്രത്ത് എടുക്കണം, അപ്പോ എടുക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം എടുക്കാൻ പറ്റിയോ ഇല്ലയോ എന്നൊക്കെ. ശരത് സാർ. തേജസ്സേ, ഓ. നല്ല സെലക്ഷൻ, താങ്ക് യു സാർ. നല്ല സെലക്ഷൻ. എപ്പോൾ കേട്ടാലും എന്താ പറയണ്ട, ഒരു സുഖമുള്ള കോമ്പസിഷൻ. ഈ ഒരു ഫിലിം കണ്ട് കാണാൻ ചാൻസ് ഇല്ല, ഈ പാട്ടെങ്കിലും കണ്ടോ? ക്രിസ്മസ് ഒക്കെ അല്ലേ? ക്രിസ്മസ് this type of rubbish happening here. Okay, thank you. എടാ ചക്കര, നന്നായിട്ട് പാടി. താങ്ക് യു സാർ. കേട്ടോ, ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് അവകാശപ്പെടുന്നത് എന്താണ്? പറയൂ. അത് ടെക്നിക്കലി ഡണ്ണാണ് എങ്കിലും ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ബ്രത്ത്ലെസ്. ബ്രത്ത്ലെസ്. ഞാൻ ശ്വാസം എടുക്കാണ്ട് പാടിത്തരാന്ന് പറഞ്ഞ് ബാലുവണ്ണം പാടുന്നതാണ് അല്ലേ? അപ്പൊ അത് ആവശ്യത്തിലധികം നീ ശ്വാസം എടുത്ത് ഗിന്നസ് ബുക്കിൽ കയറിയിട്ടുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ 2 ലൈൻ ശ്വാസം എടുത്തോ, എല്ലാവരും നമ്മൾ ചത്തുപോകത്തില്ലേ? അതിന് ശ്വാസം എടുത്തു. പക്ഷെ അതൊരു ന്യായമായിട്ട് എടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതെ, നീ ഞാൻ എന്ത് പറഞ്ഞാലും സമ്മതിക്കല്ലേ? അപ്പോ എനിക്ക് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ആ മണ്ണിൽ നിന്ന കാതലിൻ്റെ അത് ഒന്ന് പാടാമോ? ഒന്ന് ഇംപ്രവൈസ് ചെയ്ത് പാടുന്നുണ്ട്, അതൊന്ന് പാടാമോ? മണ്ണിൽ இந்த കാതലன்றി ആരും വാഴ്തൽ ഇത് ഓക്കെ, ഒറിജിനൽ. ഇതല്ലാണ്ട് ഒരു സാധനം പാടിക്കൊണ്ടിരുന്നല്ലോ, അതൊന്നും പാട്. മണ്ണിൽ இந்த കാതലன்றി അത് വേണ്ട. കാര്യം അതിനൊരു വിഷമാവസ്ഥയാണ്. രാജാ സാറിന് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല മോനെ കേട്ടോ. അത് പെട്ടെന്ന് പ്രേമമൊക്കെ പ്രേമിച്ച് വേണ്ട ഓടിപ്പോയൊരു സന്തോഷമുണ്ട് അതിൽ കേട്ടോ. അത് വേണ്ട. പിന്നെ എണ്ണം കന്നിപ്പാവയൻ, അതൊന്ന് പാടാമോ? എണ്ണം കന്നിപ്പാവയിன்றி 7 സ്വരന്താ പാടും. സ്വരന്താൻ പാടുമോ? സ്വരന്താൻ പാടും. താൻ എന്ന് കാണിക്കണ്ടാടാ മോനെ. സ്വരന്താൻ പാടും. സ്വരന്താൻ പാടു. സ്വരന്താൻ പാടുമോ? പെൺമൈ പെൺമൈ ഇன்று മണ്ണിൽ പെൺമൈ ഇன்றി മണ്ണിൽ ഇൻപം ഏതടാ. അത് പെൺമൈ ഇன்றി മണ്ണിൽ ഇൻപം ഏതടാ. ആ പെണ്ണുങ്ങളില്ലാതെ ഈ മണ്ണിൽ എന്താണ് സന്തോഷം എന്നാണ്. അപ്പൊ അതിന് നല്ല അർത്ഥമാണ് ഉദ്ദേശിച്ചാണ് എഴുതിയേക്കുന്നത്. അതുപോലെ വെണ്ണില, അതൊന്ന് പാടാമോ? വെണ്ണിലവും പൊന്നി നദിയും കന്നിയും തുണയും സുഖമിങ്ക് പടയ്ക്കു പെൺമയിൻ സുഖമിன்றி സുഖമന്ത്രി സുഖമന്ത്രി സന്തനവും സംഗത്തമിഴും சந்தனமும் சங்கத்தமிழும் பொங்கிடும் வசந்தம் சிந்தி வரு பொங்கும் அமுதம் தங்கிடும் குமுதம் തന്തി മകൾ തന്തി മകൾ. ഞാൻ ആദ്യമായിട്ട് കേൾക്കാം അങ്ങനെ ഒരു വാക്ക്. നമ്മൾ പരിചയപ്പെടായിരുന്നു എന്ന് തോന്നി. തന്തി മകൾക്കൊരു കന്നിമകൾ. കന്നിമകൾ അരുകിൽ ഇരുന്നാൽ സുവയ്ക്കും കന്നി തുണ ഇഴന്താൽ മുഴുതും. അതൊക്കെ ഒരു ക്ലാരിറ്റി ആവട്ടെ മോനെ. ആ നോട്ട്സ് വരട്ടെ.
கன்னிமகள் அருகில் இருந்தால் சுவைக்கும் கன்னி துணை இழந்தால் முழுதும் கசக்கும் വിഴിയിനിൽ മൊഴിയിനിൽ നടയിൽ ഓക്കെ ഓക്കെ അവൻ അതൊക്കെ നല്ലതാടാ, നല്ല നൈസ് നൈസ്, നന്നായിട്ട് തന്നെ പാടി അവനെ ചക്കര. പിന്നെ വേറെ ആണ്ടൊക്കെ സുട്രി വറ சுற்றி வர செய்யும் விழியும் സുന്ദര മൊഴികൾ. വാ 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 വാ, നന്നായിട്ട് പാടി മോനെ. ഇതൊക്കെ കാര്യം തമിഴല്ലല്ലോ നീ, അപ്പൊ ഇതൊക്കെ കുറച്ചും കൂടെ കറക്റ്റ് ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാര്യം ഇത് എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു പാട്ടല്ലേ. പിന്നെ പ്രത്യേകിച്ച് SPB എന്ന് പറഞ്ഞ ആ ഒരു മഹാനായിട്ടുള്ള ഒരു മനുഷ്യനെ കാണാനും കൂടെ പറ്റുന്നതാണ് ഈ പാട്ടിൽ. അദ്ദേഹം അഭിനയിച്ചത് കൊണ്ട് ഒരു വണ്ടർഫുൾ പേഴ്സൺ ആയിരുന്നു ബാലുവണ്ണ. ബാലുവണ്ണ എവിടെ ഇരുന്നാലും നമ്മളെപ്പോഴും അങ്ങയെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, എപ്പോഴും ഞങ്ങളുടെയൊക്കെ മനസ്സിലും ഉണ്ട്. ലവ് യു. താങ്ക് യു സർ. ചേച്ചി തേജസ്, Yes, ma'am. സൂപ്പർ സെലക്ഷൻ. പക്ഷെ തേജസിന് എന്തോ ഒരു സന്തോഷമില്ലാത്ത പോലെ. എന്താ തേജസ് സന്തോഷമില്ലാത്ത? എന്തോ ഒന്ന് ഒരു തുറന്നൊന്ന് സന്തോഷിക്കുക. ക്രിസ്മസ് ഒക്കെ അല്ലേ, എന്താ തേജസ് ഈ പാട്ട് ആലോചിച്ചുള്ള ടെൻഷൻ ആയിരുന്നോ? ആ, ഇതിന്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പാടാനുള്ള. തേജസ്, ഞാൻ സത്യം പറയാലോ, എനിക്ക് ഈ പാട്ട് എടുത്തു കൊണ്ടുവന്നപ്പം എൻ്റെ മനസ്സിലുണ്ട് തേജസ് ഇത് നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നു. പക്ഷെ തേജസ്സിന് ഇത് ശ്വാസം മുട്ടുമോ എന്നുള്ള പേടിയിലാണ് തേജസ് നിന്ന് പാടുന്നത്. അത് ആ ഒരു ഉള്ളില് ആ പേടിയുള്ളത് ഫീൽ ചെയ്യുക, മുഖത്തുണ്ടത്. അത് എന്തിനാ, അത് എന്ത് ഭംഗിയായിട്ടാ പാടുന്നത്. നന്നായി പാടി, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നന്നായി പാടി, ഈസി ആയിട്ട് പാടി, നല്ലൊരു കൈഡി കൊടുക്കും. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. അതൊന്നും ഓർക്ക പറയട്ടെ. മെരി ക്രിസ്മസ് ടു യു. ഇതെന്തോ കേട്ടില്ല നിന്റെ മെരി ക്രിസ്മസ്, സന്തോഷം പറട്ടെ. മോനെ ഇതിൽ പാടിയതിനെ കുറിച്ചാണെങ്കിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും ശരത് സാർ പറഞ്ഞു കഴിഞ്ഞു. ഇതിന് അപ്പുറം വേറെ ഒന്നും പറയാൻ ഞാനും ഇതൊക്കെ തന്നെ എഴുതി വെച്ചു. എനിക്കും ഈ ശ്വാസം മോൻ വളരെ കഷ്ടപ്പെടുന്ന മാതിരിയാണ് തോന്നിയത്. പല്ലവിയുടെ ശരിക്കും ഇതിനൊരു ബ്രെത്ത്ലെസ് പോർഷൻ ഉണ്ട്. അതല്ലാത്ത പല്ലവിയിലുള്ള ഓരോ ലൈൻസ് ഫിനിഷ് ആവുമ്പോൾ അതങ്ങ് ഫിനിഷ് ആവുന്നില്ല. അപ്പം ആ ശ്വാസത്തിന്റെ പ്രോബ്ലം ചെറുതായിട്ടുണ്ട്. പക്ഷെ ഈ കൂടുതൽ ടെൻഷൻ അടിക്കുമ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റുന്നു. ആ ഒരു കിതപ്പിന്റെ ഒരു പോർഷൻ ഇല്ലേ, അതൊന്ന് ശരിക്കും കിതയ്ക്കോ, കേക്കട്ടെ. ഇങ്ങനെയാണോ ഇതെന്തോ രക്തരക്ഷസ് കിതയ്ക്കുമ്പോ ശബ്ദം കേക്കണ്ടേ? പണ്ട് ആ രക്തരക്ഷസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോഴും ആ ഡ്രാമ ഉണ്ട്. കലാനിലയം ഡ്രാമാസ്കോപ്പിന്റെ രക്തരക്ഷസ് എന്നുള്ള ഡ്രാമ കാണാൻ പോയ അതിലിത് രക്തരക്ഷസ് ഇങ്ങനെ വരുന്നത്. പക്ഷെ അത് അറ്റ്ലീസ്റ്റ് ശബ്ദമെങ്കിലും ഉണ്ട്. മോനെ ശബ്ദം വരുന്നില്ല പുറത്ത്. പാവം കുട്ടി, പിള്ളേരോട് ചോദിച്ചറിയാ ഇത്ര പാവാണോന്ന്. പാവാണോ? അതാ അർച്ചന പറയുന്നു പാവമേ അല്ലാന്ന്. ദിമികടനല്ലേ മൈക്കെടുക്കുന്നുണ്ട്. പറഞ്ഞേ ഫാഹിസേ. അല്ല, ഇവന് ഇങ്ങനെ നിക്കണ മാതിരില്ല. അവിടെ ഗ്രൂമിങ്ങിന്റെ സമയത്തൊക്കെ ഫുൾ ഓണാണ് ആള്. അതായത് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോ കേറി കമന്റ് അടിക്കും. ഗേൾസ് ആണെങ്കിലും ഉള്ളൂ. ഞാൻ കമന്റ് ഒന്നും അടിക്കൂല. നാടകം നിർത്തണം. അതെ, വെറും ഒരു പാവത്തിനെ പിടിച്ച് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലും അതെ. ഇവന്റെ ആ വേഷം കാണണമെങ്കിൽ മന്തി കഴിക്കണ കാണണം ഇവൻ. എടാ, ഇവൻ മന്തി കഴിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് ഇനി കൊണ്ടുവരണേ. തേജസ് ഇനി ചിരിച്ചിട്ടില്ലെങ്കിൽ ഇവരെല്ലാരും ഇരുന്നിട്ട് മന്തി കഴിക്കും. തേജസിനെ കൈ കെട്ടിയിടും സൈഡിൽ, പണിഷ്മെന്റ്. അല്ല, ഞാൻ ചിരിച്ചോണ്ട് ഇരിക്കാനല്ല മോനെ, കുറച്ചുകൂടെ ഉറക്കെ ഒന്ന് സംസാരിക്കാം. ഒരു ആക്റ്റീവ്, ഇവരുടെ ഇടയിലുള്ള ആക്ടിവിറ്റി ഇവിടെ കാണിക്കാം. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ചേച്ചി. MG സർ, ഈ തേക്കുട്ടനൊന്ന് സംസാരിപ്പിച്ചെടുക്ക് സർ. തേക്കുട്ടാ. യെസ് സർ. കുറച്ചുകൂടെ. യെസ് സർ. യെസ് സർ. കുറച്ചുകൂടെ. അപ്പൊ യെസ് സർ. സാറിന്റെ പിച്ചു അവിടെ പാടുന്നില്ലേ? അവിടെ രസ് പറഞ്ഞു. യെസ്. നീ അവിടെ നിന്ന് നീ താഴോട്ട് പിടിച്ചോണ്ടാ മതി കേട്ടോ. മക്കളെ, നീ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. നല്ല രസമുണ്ട്. നീ നല്ലൊരു ആർട്ടിസ്റ്റാണ്. പിന്നെ ഇത് നമ്പർ 1. കാരണം ഇത് ഒറ്റ ശ്വാസത്തിൽ അങ്ങ് എത്തിക്കാൻ പറ്റില്ല, വലിയ പ്രയാസമാണ്. ഇത് വളരെ ഇൻ്റലക്ച്വലായിട്ട് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും അറിയത്തില്ല. അത് ഒരൊറ്റ ശ്വാസത്തിൽ പാടിയോലിരിക്കും. നമ്മളെല്ലാം ഹ്യൂമൻ ബീയിങ്സ് ആണ്. അതിനകത്ത് നമുക്കൊന്നും ഒറ്റയടിക്കുമ്പോൾ ഞാൻ വിളക്ക് വയ്ക്കും എന്നൊരു പാട്ട് ഞാൻ പാടുന്നുണ്ട്. വിളക്ക് വയ്ക്കും അതിനകത്ത്
ഇത് 2 പഞ്ചാണ്. ഓക്കെ. നമുക്ക് പറ്റത്തില്ല, നമ്മൾ മനുഷ്യരാണ്. അപ്പം മോന് കുറച്ച് ശ്വാസം ഇതിനിടെ പോയി. അപ്പം അക്ഷരങ്ങളങ്ങ് വിഴുങ്ങിപ്പോയി. അതാണ് പ്രശ്നം. ശ്വാസം എടുത്താലും അക്ഷരങ്ങൾ പൂർണ്ണത വന്നിരുന്നെങ്കിൽ സംഭവമായിരുന്നു തന്നെ. പിന്നെ 3 നമ്മുടെ SPB എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി, ഒരു രക്ഷയില്ല. കാരണം അദ്ദേഹം ചെയ്യുന്നതെല്ലാം വളരെ ഗ്രേസ്ഫുള്ളാണ്. അദ്ദേഹവും പ്രഭുദേവയും കൂടെ ഒരു പാട്ടിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. പ്രഭുദേവയെക്കാട്ടി സ്കോർ ചെയ്ത് SPB സാറാണ്. അദ്ദേഹം ചെറിയ മൂമെൻറ്റ്സേ ഉള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞ ഉടനെ പ്രിയദർശനും ഞാനും ഞങ്ങളെല്ലാം കൂടാണ് ഈ പടത്തിൻ്റെ പ്രിവ്യൂവിന് പോയത് മദ്രാസിൽ. ഇത് കണ്ടു കഴിഞ്ഞ ഉടനെ പറഞ്ഞു, നോക്കടാ എന്തൊരു ഗ്രേസാണെന്ന്. SPB സാർ ശകലം വെച്ചിട്ടില്ല, എന്തോ ഒരു പാട്ടാണിത്. അത്രേ ഉള്ളൂ. അപ്പൊ ആ ചെറിയ സ്റ്റെപ്പിലൂടെ അദ്ദേഹം സ്കോർ ചെയ്തു എന്ന് പറഞ്ഞ പോലെയാണ് ഇതിനകത്ത്. എത്ര ഈസി ആയിട്ടാണ് ഇങ്ങനെ തലയൊക്കെ കുലുക്കിയിട്ട് അങ്ങനെ. അത് നമുക്ക് നമ്മളെ അങ്ങ് ഹൈറ്റിൽ കൊണ്ടുപോകും. അദ്ദേഹം ഡബ് ചെയ്യും, ബ്യൂട്ടിഫുൾ ആയിട്ട് ഡബ് ചെയ്യും, അഭിനയിക്കും, പാട്ട് കമ്പോസ് ചെയ്യും, പാട്ട് പാടും. ഒരു സകല കലാവല്ലഭൻ വിത്ത് ലോട്ട് ഓഫ് എന്താണ് നന്മയുള്ള ഒരു മനുഷ്യനാണ്. നല്ല മനുഷ്യനാടാ. അത് നന്മയുള്ള മനുഷ്യനാണ്. പിന്നെ അദ്ദേഹം ഈ പറയുന്ന പോലെ സോക്കോൾഡ് പാട്ടുകാരൊക്കെ പല ശീലങ്ങളും മാറ്റി വെച്ചിട്ടുള്ള പോലെ അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം എല്ലാത്തിലൂടെ കടന്നു പോയിട്ടുള്ളൊരു മനുഷ്യനാണ്. നമ്മളൊരു എന്താ പറയുക, പച്ചയായ ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട്, പിന്നെ പറയണ്ടല്ലോ രാജാ സാറിൻ്റെ ക്ലവർനെസ്, പിന്നെ ഗംഗാംബരൻ സാറിനെ കുറിച്ചും പറയണം. അതിമനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്, അസാധ്യമായിട്ട് എഴുതിയിട്ടുണ്ട്. മോൻ നന്നായിട്ട് പാടി. ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്തായാലും കുറച്ചുകൂടെ ഉറച്ചൊക്കെ സംസാരിക്കുക, ബി സ്മാർട്ട്. അവർ പറയുന്ന പോലെ മോൻ മന്തി തിന്നുമ്പോഴും അതുപോലെ തന്നെ കമൻ്റ് അടിക്കുമ്പോഴും ഉള്ള ശബ്ദം പാട്ടിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും, അല്ലേ? ആണോ? ആ, ഓക്കെ, താങ്ക് യു സർ. അപ്പോ തേജസ് മാർക്സ് ചോദിക്കാം. ചേച്ചി, ഈ പെർഫോമൻസിന് 8.5. താങ്ക് യു ചേച്ചി. ശരത് സർ. യെസ്. നിന്റെ തുന്നൽ വേല കാഴ്ചവേല തന്നിലെത്തിയാൽ നിനക്ക് തങ്കമുദ്ര കിട്ടും, എട്ടുകാലി നിശ്ചയം. എന്ത് പറഞ്ഞാലും മാർക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായോ? മനസ്സിലായില്ലല്ലേ? ഞാൻ ചെവി പറഞ്ഞുതരാം കേട്ടോ. ആ, MG സർ അതെന്താണെന്നുള്ളത് സാർ ഇപ്പൊ പറയും. MG സർ 8.6 മോനെ. താങ്ക് യു സർ. എടാ, ചെലന്തിയുടെ അടുത്ത് ചെലന്തി ഈ വല കെട്ടുന്ന എന്ത് ആർട്ടിസ്റ്റിക് ആയിട്ടാണെന്ന് അറിയാം. അപ്പൊ ചെലന്തിയുടെ അടുത്തുള്ള ഒരു ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ളതാ, നിന്റെ തുന്നൽ വേല കാഴ്ചവേല തന്നിലെത്തിയാൽ, അത് പുറത്തു വന്ന് അതൊരു ഐറ്റമായിട്ട് വരികയാണെങ്കിൽ നിനക്ക് തങ്കമുദ്ര കിട്ടും. തങ്കമുദ്ര എന്ന് പറഞ്ഞാൽ എന്താ, തങ്കപ്പതക്കം കിട്ടും, എട്ടുകാലി നിശ്ചയം. അത് നിന്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഈ മന്തി തിന്നുമ്പോൾ മാത്രമല്ല ആവേശം വേണ്ടത്, സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മളെങ്കിലല്ലേ കേൾക്കാനൊരു സുഖമുള്ളൂ. തുന്നൽ എന്നാണോ? തിന്നൽ വേലയല്ല. ആ, ഇവന്റെ തിന്നൽ വേല കാഴ്ചവേല തന്നിലെത്തിയാൽ നിനക്ക് തങ്കമുദ്ര കിട്ടും, രണ്ടുകാലി നിശ്ചയം. ഓക്കെ, സോ ടോട്ടൽ 17.1. ഓക്കെ ഓക്കെ, അടുത്തതായി സോൾഫുൾ ക്ലാസിക്സ് റൗണ്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, റെഡി? പാടാൻ വരുന്നു കീർത്തി. నిసగస 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 పా సగమగ 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 సా సనిపా నిపమా సనిపా నిపమా సనిగ సమగ పమ నిప సనిగ నిసా పనిస నిసగ సగమగ మపమ పని పనిస నిసగ సా సగమప నిపమప సగమప నిపమప ശ്യാമമേഘമേ നീ യദുകുല സ്നേഹദൂതുമായി വാ ഇതുവഴി കാളിന്തി തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി കുഴൽവിളി അലനെയും നദി തന്റെ ഹൃദയം പുളകം യൊരിയുകയാൽ സുരഭിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ
പനിസ നിസക സഗമ ഗമ പമ പനി പനിസ നിസക സ ശ്യാമമേഘമേ നീ സഗമപ സ്നേഹദൂതുമായി വാ നിപമപ കാളിന്തി തടത്തിൽ സഗമപ പ്രേമഹർഷമായി. നിസഗമ സഗമ പഗമ പനി മ പനി സ നിസഗ സ നിസ സമഗമ സഗ സ നിസ നിസ പനി പ പമ പനി പനി മ പമ ഗസഗമ ഗമ സഗ സ ഏതോ ഹരിത നികുഞ്ചത്തിൽ പല്ലവിയായതു നീയല്ലോ ആരാമത്തിൻ കുസൃതി പൂങ്കാറ്റും മണവും നീയല്ലോ അകതാരിൽ ഒരു രാഗം അനുപല്ലവിയായി തീരുമ്പോൾ ഉദയത്തിൻ സുവർണ്ണ കിരണങ്ങൾ വിതറുന്ന പൂവാൻ മനസ്സിൽ വിരിയൂ. സനിക സമഗ പമ പനി പനി സനി സഗ സ ശ്യാമമേഘമേ നീ സഗമപ സ്നേഹദൂതുമായി വാ നിപമപ കാളിന്തി തടത്തിൽ സഗമപ പ്രേമഹർഷമായി. സമഗ സഗ പമഗ മനി പമ പനി സ നി സഗ ഗ സനി പനി പമ പനി പ സനി പമ ഗ മഗ നി സ നി സഗ മ ഗ മ സഗ സഗ മ പ മ പ ഗ മ പനി മ പ സ മമ ഗ പ പ മനി നി പ സ സ നി ഗ സ മമ ഗ പ പ മനി നി പ സ സ നി ഗ സ മമ ഗ പ പ മനി നി പ സ സ നി ഗ സ. ഈതകലങ്ങളിൽ നീ ഇപ്പോൾ മഴമുകിലോടു തലയുന്നു വിരഹത്തിൻ സ്വരരാഗങ്ങൾ ശിവരഞ്ജിനിയായി മാറുമ്പോൾ ജനിമൃതി തൻ പാതയിൽ ഞാൻ ഇന്നും നിന്നെ തേടുന്നു രതി സുഖസാരേ നീ അരികിൽ വന്നെനിക്കൊരു മധുരം തൂക്കിത്തരുമോ. സനിക സമഗ പമ പനി പനി സനി സഗ സ ശ്യാമമേഘമേ നീ യദുകുല സ്നേഹദൂതുമായി വാ ഇതുവഴി കാളിന്തി തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി. കുഴൽ വിളി അലനീയും നദി തന്റെ ഹൃദയം പുളകും ഞൊറിയുകയായി സുരഭിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ. പനിസ നിസഗ സഗമ ഗമ പമ പനി പനിസ നിസഗ സ ശ്യാമമേഘമേ നീ സഗമപ സ്നേഹദൂതുമായി വാ നിപമപ കാളിന്തി തടത്തിൽ സഗമപ പ്രേമഹർഷമായി. കീർത്തി, ഓ അയ്യോ ഇപ്പൊ ഒന്ന് സമാധാനായില്ലേ? സമാധാനം. എന്തോരം സ്വരങ്ങളാ, ഇതൊക്കെ എങ്ങനെ കാണാപ്പാടെ പഠിച്ചു? ഇത് കൊച്ചിലെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ്. അപ്പോൾ ഈ ഒരു റൗണ്ട് വന്നപ്പോൾ കിട്ടിയപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ പഠിച്ചെടുത്തു. ഗുഡ്, സൂപ്പർ. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. MG സാർ, മക്കളെ ഈ പടം കണ്ടായിരുന്നു? കണ്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? ഇതിനകത്ത് മോഹൻലാലിന്റെ ഒരു ആക്ഷൻ ഉണ്ട്. അതായത് ആകാശവാണി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം കുത്തി മറിഞ്ഞിട്ട് പറയും, ആരാണെന്ന് ചോദിക്കുന്നത്, നിന്റെ തന്ത എന്ന് പറയും. ഓ, ഒരു ദിവസം ഒരാളുടെ അച്ഛനെ വിളിച്ചപ്പം ഇനി സുഖമായിട്ട് കിടന്നുറങ്ങാം എന്ന്. അതൊക്കെ ബ്യൂട്ടിഫുൾ മൂമെന്റ്സ് ആണ്. ഞാൻ ഈ പാട്ട് കേട്ടപ്പോഴത്തേക്ക് ഇതിന്റെ ഷൂട്ടിങ്, ഈ പാട്ടിന്റെ ഷൂട്ടിങ് കിടന്ന് ശാസ്തമംഗലത്തെ ഒരു വീട്ടിൽ വെച്ചിട്ടാണ്. നല്ലൊരു പാട്ട്, ബ്യൂട്ടിഫുൾ സോങ് ബൈ ശ്യാം സാർ. പിന്നെ ചുനക്കര സാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ എന്നെ സിനിമയിൽ പാടിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്ന എൻ്റെ ഒരു അഭ്യുതകാംക്ഷിയായിരുന്നു ചുനക്കര സാർ. അദ്ദേഹം പല പ്രാവശ്യം അദ്ദേഹം മദ്രാസിൽ പോകുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവിടെ പോയി നമ്മുടെ ശ്യാം സാറിനെ പരിചയപ്പെടുത്തി കുറേ ട്രാക്കുകൾ ഞാൻ ശ്യാം സാറിന് വേണ്ടി പാടി. അദ്ദേഹത്തിനെയും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. എന്തായാലും മോളെ, ഈ പാട്ട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗിമിക്സാണ്. അതാ പനിസ നിസക സഗമ ഗമപ മപ്പനി പനിസ നിസക സ, അതാണ് എൻ്റെ ഒരു ക്യാച്ച്. അത് മോള് 3 സ്ഥലത്തും ഇച്ചിരി സ്ലിപ്പ് വന്നു, ലാസ്റ്റിൽ വിജയിച്ചു.
ലാസ്റ്റിൽ വന്നത് കൃത്യമായിട്ട് പാടി. പക്ഷേ 2-3 സ്ഥലത്ത് സ്ലിപ്പ് വന്നു. മോടെ നല്ല ശബ്ദമാണ്. ഇതിനകത്ത് കുറേ സ്ഥലത്ത് ഇതൊക്കെ പോയിട്ടുണ്ട്. ഇത് ഞാൻ ചോദിക്കുന്നത്, ഇത് ഒറിജിനൽ സ്കെയിലാണോ ഇത്? അല്ല. അല്ല. അപ്പോൾ ഈ ഒറിജിനൽ സ്കെയിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ഫിക്സ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പാട്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്ലാരിറ്റിയും ശുദ്ധതയും ആൾക്കാരിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു ടെമ്പോ, ഒരു ശ്രുതി, ഇതെല്ലാം സംഗീത സംവിധായം ഫിക്സ് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സുഖം നഷ്ടപ്പെടും. ഇതിൻ്റെ ഒറിജിനൽ പിച്ച് ഏതാണ്? ഡി ആണ് സർ. ഡി. ഡി ഇട്ടെ. നല്ല ശബ്ദമാണ്. ഈ ശബ്ദത്തിൽ എനിക്കൊന്ന് കേൾക്കണം. ശ്യാമമേഘമേ നീ, ശ്യാമമേഘമേ നീ, ശ്യാമമേഘമേ നീ, യദുകുല സ്നേഹദൂതുമായി വാ. ആ വായ ഉണ്ടല്ലോ, ആ വായ ആർക്കോ വേണ്ടി ഇടരുത്. തരരര താര താരരായി വാ. ആ ഒരു സ്വീറ്റ്നെസ് വരരുത്. ശ്യാമമേഘമേ നീ, യദുകുല സ്നേഹദൂതുമായി വാ. ഇതുവഴി കാളിന്തി തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി, കുഴൽവിളി അലനീയും നദി തന്റെ ഹൃദയം പുളകം ഞൊറിയുകയായി. ഞൊറിയാണ്, ഞൊരിയല്ല. നദി തന്റെ ഹൃദയം പുളകം ഞൊറിയുകയായി, സുരഭിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ. പിന്നെ പനിസ പനിസ നിസക സഗമഗമപ മപനി പനിസ നിസക സഗമപ. നല്ല എന്റെ പൂക്കുറ്റി പോയതിലൊരു പോയല്ലോ. നമ്മളെ അല്ല, ഇത് പാടായിരുന്നല്ലോ. നല്ല രസമുണ്ട് കേൾക്കാൻ കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ പാടിയിരുന്ന ഒന്നുകൂടെ ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നുന്നു. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. കീർത്തി, എന്തോ സർ? ഇതൊക്കെ നല്ലൊരു പാട്ട് സെലക്ഷൻ, ബ്യൂട്ടിഫുൾ. കാര്യം ഇത് പ്രത്യേകിച്ച് ശ്യാം സാറിന്റെ പാട്ട്. പിന്നെ നമ്മൾ ഇത് പാടിയ ആരാ? ചിത്രമ്മ. പിന്നെ പറയണോ, നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിയുടെ പാട്ട് നന്നായിട്ട് പാടി. താങ്ക് യു സർ. സുപ്രധാനമായിട്ട് പറയേണ്ട ചില ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏതാ ശ്രുതി ഇപ്പോൾ എല്ലാം മാറിക്കിടക്കുക. ഈ സനിപ നീപമ്മ അത്ര സനിപ നീപമാന്ന് പിടിക്കരുത്. അതിന്റെ ബ്യൂട്ടി അങ്ങ് പോകും. ഞാൻ പറഞ്ഞ മനസ്സിലായി. ആദ്യത്തെ ഒരു സെറ്റ് കഴിഞ്ഞ് വരുന്ന സനിപ സനിപ നീപ നീപമ്മ അത് ഇച്ചിരി നീളം നീണ്ടുപോയ അതിന്റെ ഒരു ക്രാഫ്റ്റിന്റെ ഒരു ബ്യൂട്ടി പോകും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞു. പിന്നെ പ്രധാനമായിട്ട് ഇപ്പൊ ശ്യാമമേഘമേ അത് പാടുമ്പോൾ അതിനകത്ത് വയ്യാത്ത കുറേ സാധനങ്ങൾ ഇട്ടിട്ട് ശ്വാസം മുട്ടുന്ന പോലെ ഇരുന്നു. ശ്യാമമേഘം ഇത് എൻ്റെ അമ്മ എന്നെ എന്ത് ചെയ്യുമെന്ന്. അതൊന്ന് മാറ്റി പിടിക്കാം. അത് കുറച്ചും കൂടെ കൂളവസ്ഥ കുറച്ച് കൂളായിരുന്നു. പിന്നെ പാടി വന്നപ്പോൾ കേട്ടോ. അതും പറയാതിരിക്കാൻ വയ്യ. തുടക്കത്തിൽ ഈ ഒരു കൺജഷൻ ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ജനിമൃതി അതൊക്കെ ഒരു കുറച്ചും കൂടെ സുഖമാകാമായിരുന്നു തോന്നുന്നു. ഒരു നല്ല പാട്ടുകാരിയാണ്. അത് ഞങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല. പറഞ്ഞോ മഞ്ജരി. കീർത്തി, എന്തോ? മെരി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. കീർത്തി എന്ത് ഭംഗിയുള്ള പാട്ടാ കൊണ്ടുവന്നത്. ആഹാ, ബ്യൂട്ടിഫുൾ സോങ്. ചിത്ര ചേച്ചി നല്ല സ്വീറ്റ് ആയിട്ട് പാടിയ ഒരു പാട്ട്. മോളുടെ ഇപ്പം ഇന്ന് പാടിയ ഒരു വോയിസ് ഡിഫറെന്റ് ആണ്. ആ ഒറിജിനൽ ശ്രുതിയിൽ പാടിയപ്പോ എന്ത് ഭംഗിയാ. പിച്ച് കൊടുക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എനിക്ക് വയ്യ അപ്പൊ കുറച്ചു. പിന്നെ ഓക്കെ ആയപ്പോ ഡി മതിയായിരുന്നു തോന്നി. പക്ഷെ ഇതില് ഓക്കെ ആയിരുന്നു. പക്ഷെ അത് നമ്മൾ പാടുമ്പം ഫീമെയിൽ വോയിസ് ഇപ്പം എന്താ വെച്ചാൽ ചെസ്റ്റ് വോയിസിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പാടുമ്പോൾ അത് പിന്നെ ഹെഡ് വോയിസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു മോളുടെ ഒരു അറ്റംപ്റ്റ്. കാരണം എൻജോയ് ചെയ്തിട്ടാണ് പാടുന്നതെന്ന് കണ്ടാലറിയാം. കീർത്തിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമാണെന്നും ആള് നല്ല പ്ലെസന്റ് ആണ് പാടുമ്പോൾ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. നന്നായി പ്രാക്ടീസ് ചെയ്യൂ. ഫാന്റാസ്റ്റിക് സിംഗർ ആണ്. എനിവേ, മെരി ക്രിസ്മസ്. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. എം ജി സർ. 8.5. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. ഓക്കെ ചേച്ചി. 8.4. താങ്ക് യു ചേച്ചി. 16.9. താങ്ക് യു. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസിലേക്ക് നമ്മൾ പോവാണ്. അടുത്തത് നമ്മളെ രാജാ സാറിന്റെ ഒരു പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. സോ റൊമാൻറ്റിക് മാസ്റ്റർ റൗണ്ടിൽ പാടാൻ വരുന്നു ഗോവിന്ദ്. என்ன சத்தம் இந்த நேரம் உயிரின் ஒளியா, என்ன சத்தம் இந்த நேரம் நதியின் ஒளியா, கிளிகள் முத்தம் தரு
அதனால் சத்தம் வருதா அடடா என்ன சத்தம் இந்த நேரம் உயிரின் ஒளியா என்ன சத்தம் இந்த நேரம் நதியின் ஒளியா கன்னத்தில் முத்தத்தின் நீரம் அது காயவில்லையே கண்களில் ஏனந்த கண்ணீர் அது யாராலே கண்ணியில் கழுத்தை பார்த்தால் மனமாகவில்லையே காதலன் மடியில் பூத்தாள் ஒரு பூ போலே மன்னவனே உன் விழியால் பெண் விழியை மூடு ஆதரவா சத்தம் இந்த நேரம் உயிரின் ஒளியா என்ன சத்தம் இந்த நேரம் நதியின் ஒளியா கிளிகள் முத்தம் தருதா அதனால் சத்தம் வருதா அடடா என்ன சத்தம் இந்த நேரம் உயிரின் ஒளியா என்ன சத்தம் இந்த நேரம் நதியின் ஒளியா கூந்தலில் நுழைந்த கைகள் ஒரு கோலம் போடுதோ தன்னிலை மறந்த பெண்மை அதை தாங்காதோ பூதட்டில் துடிக்கும் வார்த்தை அது உலர்ந்து போனதோ உள்ளங்கள் துடிக்கும் ஓசை இசையாகாதோ மங்கை இவள் வாய் திறந்தால் மல்லிகை பூவாசம் ஓடையெல்லாம் பெண் பெயரை உச்சரித்தே பேசும் யார் இவர்கள் இரு பூங்குயில்கள் இளம் காதல் மான்கள் என்ன சத்தம் இந்த நேரம் உயிரின் ஒளியா என்ன சத்தம் இந்த நேரம் நதியின் ஒளியா கிளிகள் முத்தம் தருதா அதனால் சத்தம் வருதா அடடா என்ன சத்தம் இந்த நேரம் உயிரின் ஒளியா என்ன சத்தம் இந்த நேரம் நதியின் ஒளியா ഗോവിന്ദ് സർ ഗോവിന്ദിന് പറ്റിയ കറക്റ്റ് റൗണ്ട് റൊമാൻറ്റിക് മാസ്റ്റർ സംശയമുണ്ട് അതും ഒരു ഹൈലി റൊമാൻറ്റിക് സോങ് രാജാ സാറിന്റെ. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. എം ജി സർ. ഗോവിന്ദോ സാർ എന്തുണ്ട് പിന്നെ സുഖം പാട്ടൊക്കെ പോട്ടെ അത് വിട്. ഈ പാട്ട് ആർക്ക് വേണ്ടിയാ ഡെഡിക്കേറ്റ് ചെയ്തേ? അതാ ശരിയാ, അതാണ് എന്റെ ചോദ്യം. അതെ അയ്യോ അങ്ങനില്ല അല്ല, ആർക്ക് വേണ്ടിയാണ്, ഏത് ആളിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ മതി. ആദ്യത്തെ അക്ഷരം പറഞ്ഞാലും മതി. ഏ അല്ല, അത് പാടുമ്പോഴത്തേക്ക് ഗോവിന്ദിന്റെ മുഖത്തുണ്ടായിരുന്നു ആ മുഖം. ആ ഇഷ്ടമുള്ള പാട്ടാണ് അതുകൊണ്ട്. ആ എന്തായാലും ഒരു വല്ലാത്തൊരു ഒരു ഹസ്കിനെസ്സും എന്നെ സത്തം ഇന്ത നേരം തരരാ അത് വരുന്നുണ്ടല്ലോ അവിടെ. എന്നെ സത്തം ഇന്ത നേരം, അതായത് ആ കുട്ടിയെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ സ്വകാര്യതയോടുകൂടി ഇങ്ങനെ ചെവിയിൽ മന്ത്രബോധി കൊടുക്കുന്നത് പോലെ കൊണ്ട് വീട്ടിൽ വിടുകയും വേണം തിരിച്ച്. വേണം.
എടാ ഞങ്ങളോട് പറയണ നിങ്ങൾ രണ്ടുപേരും മാത്രം എന്താ ഇങ്ങനെ? അത് ഞങ്ങൾക്കറിയാം. ഞാൻ തന്നെ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. എന്തായാലും മോനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല പാട്ടാ, ബ്യൂട്ടിഫുൾ സോങ്. സെലക്ഷന് വലിയ കേടി. എനിക്ക് തോന്നി ഒരു ഞാൻ ഉദ്ദേശിച്ചത് ഈ ഹസ്കി ഫീലിംഗ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും കുറച്ചുകൂടെ എന്തോ തുറക്കാം. ഇച്ചിരി ഓപ്പൺനെസ് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് ശ്രുതി അങ്ങ് ഈ പാട്ട് എസ്പെഷ്യലി ഈ സോങ്ങിന് ശ്രുതി അങ്ങ് നിറഞ്ഞു കിടക്കണം. ആ ഒരു അങ്ങനെ നിറഞ്ഞത് കണ്ടില്ലേ? ആ കീയുടെ കൂടെ നിറഞ്ഞു നിന്നാലാണ് അതിന്റെ സുഖം. അപ്പൊ കുറേ സ്ഥലങ്ങൾ കാതലിൻ മടിയിൽ, അതുപോലെ തന്നെ നദിയിൻ ഒളിയ, ആ നദിയിൻ പല സ്ഥലത്തും ക്ലാഷ് വന്നു. ഒന്ന് പാടിക്കത്. നദിയിൻ ഒളിയ. അത് കുറച്ച് തെന്നിപ്പോയിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് പാടി. പക്ഷെ ഈ ശ്രുതിയാണ് ഇന്നത്തെ ഒരു വില്ലനായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ചില പാട്ടുകൾ നമ്മൾ ഓപ്പണപ്പായിട്ട് പാടണം, കുറച്ചൊക്കെ ഓപ്പൺ ചെയ്യണം. അത് ഭയങ്കര സ്വകാര്യം പറയുന്ന പോലെ ആയിപ്പോയി കഴിഞ്ഞാൽ അതിന് വേണം ചില സ്ഥലങ്ങളിലൊക്കെ മോഡുലേഷൻസ് കൊടുക്കാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാ കാര്യത്തിനും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ശരത് സർ, അസാധ്യ കോമ്പസിഷൻ പറയാതെ. അത് പിന്നെ അദ്ദേഹം എല്ലാം ചെയ്താൽ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. സൂപ്പർ സ്റ്റാറിന്റെ കാമുക നിനക്ക് കുറച്ചും കൂടെ റൊമാൻസ് ആവാൻ അതിന്റെ ഒരു ആ കോമ്പസിഷന്റെ ഒരു ഉള്ളിലേക്ക് ഇറങ്ങാമെന്ന് തോന്നി എനിക്ക്. പാടിക്കോ നദി, അത് പാടിയാ. നദിയിൻ ഒളിയ. നദിയൻ ഒളിയ. നദിയിൻ ഒളിയ. ഒളിയ. ശരിയായിക്കൊള്ള ഇത് നമ്മൾ പറയുന്നു കേട്ടോ. അതൊക്കെ ഈ പാട്ടിന്റെ ജീവനാണ്. കന്നത്തിൽ അതൊന്ന് പാടാമോ? കന്നത്തിൽ മുത്തത്തിൻ ഈരം ഈരം അത് കായവില്ലയേ. കണ്ണിൽ ഏനന്ത കണ്ണീർ. കൺകളിൽ കണ്കളിൽ ഏനന്ത കണ്ണീർ. അത് യാരാലേ. അത് യാരാലേ. அது யாராலே கண்ணியின் கழுத்தை பார்த்தால். കഴുത്തെ പാത്താൽ, കഴുവേണ്ട, കഴുത്തെ പാത്താൽ. അത് ഓക്കെ ഓക്കെ, അത് വിട്ടോ, കുഴപ്പമില്ല. എന്തെങ്കിലും ഈ പാട്ടെടുത്തോണ്ട് വന്ന ഗോവിന്ദ, താങ്ക് യു സോ മച്ച്. കുറച്ചും കൂടെ നന്നാക്കാം. താങ്ക് യു സർ. ചേച്ചി നന്നായിരുന്നുടാ, നല്ല സോങ് സെലക്ഷൻ ആണ്. ഒന്നാമത് ഈ ഇതിന്റെ പ്രോഗ്രഷനൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അനുപല്ലവിന്ന് പല്ലവിയിലേക്ക് പോകുന്നത്, അതൊരു വേറെ തന്നെ ഒരു ലെവൽ മാജിക് ആണ്. മോനെ അസലായിട്ട് പാടി. ഇതിൻ്റെ അകത്ത് ഞാൻ നോട്ട് ചെയ്തത് ഒരുപാട് ഹസ്കി ആവുന്നുണ്ട്, ഒരുപാട് ഒതുക്കുന്നുണ്ട് ശബ്ദം. അപ്പം ഇത് ഒതുക്കും തോറും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഈ പാട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതിൻ്റെ നോട്ട്സാണ്. ആ നോട്ട്സിൻ്റെ ക്ലാരിറ്റി വരുമ്പോൾ നമുക്കത് കേൾക്കാനും അത് ആസ്വദിക്കാനും ഒരു ഫീല് ഓഡിയൻസിലേക്ക് പോകും. അപ്പം മോനെ പാടുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ടൈം ഒന്ന് ശ്രദ്ധിക്കുക, ഒരുപാട് ഒതുക്കാതെ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം തന്നെ ഇതന്നെ ഞാനും എഴുതി വെച്ചിരിക്കുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ പോയിന്റ്സ് എല്ലാം ഗോവിന്ദനൊന്ന് ഫോക്കസ് ചെയ്ത് നെക്സ്റ്റ് പെർഫോമൻസ് ചെയ്യും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. മെരി ക്രിസ്മസ്. വെരി ക്രിസ്മസ്. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. I give you 8.2. താങ്ക് യു ചേച്ചി. ശരത് സർ. ഓക്കെ, MG സർ. 8.4. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 16.6. അങ്ങനെ ഗോവിന്ദന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് പെർഫോമൻസോട് കൂടി നമ്മുടെ ക്രിസ്മസിന്റെ തലേ ദിവസത്തെ സെലിബ്രേഷൻസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. തൽക്കാലം നാളെ ഡിസംബർ 25 ക്രിസ്മസിന്. അപ്പൊ നാളെ 8 മണിക്ക് എല്ലാരും എത്താ സൂപ്പർ സ്റ്റാറിന്റെ ക്രിസ്മസ് സെലിബ്രേഷൻ. ഓക്കെ, അപ്പൊ ബൈ, ഗുഡ് നൈറ്റ്.